ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ 2ാം ദിവസമായ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്ക് എന്ന ഗാനത്തോടെയാണ്. രതീഷ് രാവിലെ തന്നെ ക്യാമറയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസത്തെ പ്രകടനം കൊണ്ട് തന്നെ പാവത്തിന് ശബ്ദമില്ലാതായി. ഇന്ന് ശബ്ദമേ ഇല്ല. ഇന്ന് ഫുള്ള് ശബ്ദമില്ലാതെ കഷ്ടപ്പെട്ട് സംസാരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഇല്ലാത്ത ശബ്ദം ഉണ്ടാക്കി അലറി വിളിച്ച് സംസാരിച്ചാണെന്ന് തോന്നുന്നു പാവത്തിൻ്റെ ശബ്ദം പോയി. ജാൻമണി കെട്ടിപ്പിടിച്ചു എന്ന വിഷയവുമായി തുടങ്ങിയ രതീഷിന് ബിഗ് ബോസ് എല്ലാ പേരുടെയും കൈനോക്കി ഫലം പറയാനുള്ള ഒരു ജോലി നൽകി. കുറേയൊക്കെ രസകരമാക്കാൻ രതീഷ് ശ്രമിച്ചു. പലപ്പോഴും ഓവറാക്കുന്നുമുണ്ടായിരുന്നു. ജാൻമണി കെട്ടിപ്പിടിച്ചതിൻ്റെ ബാക്കി ഭാഗമായിരുന്നു അത് കഴിഞ്ഞ്. പിന്നെ എൻ്റെ ഭാര്യ കണ്ടാൽ എന്ത് വിചാരിക്കും, എൻ്റെ ഭാര്യയുടെ പേര് ജാനു വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരച്ചിലൂടെ വന്ന രതീഷ് ജാനുവിന് നേരെ തട്ടി കയറാൻ തുടങ്ങി. മുടിയൻ അതിൽ കയറി പിടിക്കുകയും രതീഷും മുടിയനും തമ്മിലായി യുദ്ധം. മുടിയൻ ജാനുവിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തമ്മിലായി ഇന്നത്തെ യുദ്ധം മുഴുവൻ. രതീഷ് വെറുതെ എല്ലാവരെയും പോയി ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനെയൊക്കെ ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ബിഗ് ബോസ് ഹൗസ് എന്നൊരു ധാരണയുമായി കയറിയ ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പേരോടും ഇങ്ങനെ വെറുതെ ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് രതീഷ്. ഓവറായാൽ എല്ലാം പ്രശ്നമാണല്ലോ. ആവശ്യത്തിനൊക്കെ ആയെങ്കിൽ പ്രേക്ഷകർക്കും രസകരമായേനെ. പക്ഷേ ഇത് രസകരമാക്കാൻ ശ്രമിച്ച് ഓവറായി ഇറിറ്റേറ്റഡായി മാറുകയാണ് ചെയ്യുന്നത് രതീഷിൻ്റെ പ്രകടനങ്ങൾ. ജാൻമണി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് തനിക്ക് പ്രശ്നം എന്നായി പിന്നീട്. ജാൻമണി ക്യാമറ നോക്കി ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ഞാനൊരു സഹോദരനെ പോലെയൊക്കെയാണ് എല്ലാവരുമായി ഇങ്ങനെ ഇടപഴകി സംസാരിക്കുന്നത്, അല്ലാതെ എനിക്കതിൽ മറ്റൊരു ദുഷ്വിചാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജാൻമണി ക്യാമറ നോക്കി പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഒടുവിൽ രതീഷിനോട് മാപ്പ് പറയുന്നു. രതീഷും ജാൻമണിയോട് മാപ്പ് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ വിഷയത്തിനൊരു അന്ത്യം ആയി എന്നാണ് വിചാരിച്ചത്. എങ്കിലും പിന്നീടും ആ വിഷയം പൊങ്ങി വന്നു. ഈ വിഷയത്തിൽ രതീഷിനോട് മുടിയൻ നന്നായി പ്രതികരിച്ചു. എങ്കിലും മുടിയൻ സിജോയോടും റോക്കിയോടും അക്കാര്യം പറയുന്നുമുണ്ട്. മുടിയൻ കരയുന്നുണ്ട്. എന്തിനാണ് കരയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ പ്രശ്നത്തിനൊക്കെ ഒടുവിൽ മുടിയൻ ഇരുന്ന് കരയുന്നുണ്ട്. സിജോയും റോക്കിയും സമാധാനിപ്പിക്കുന്നുണ്ട്. രതീഷ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ കരയുന്നതാണോ എന്താണെന്ന് എനിക്കത് അത്ര വ്യക്തമായില്ല. എങ്കിലും മുടിയൻ അവസാനം കരച്ചിലെത്തി. ഇന്നത്തെ ഭൂരിഭാഗവും ഡ്യൂട്ടികളെക്കുറിച്ചുള്ള തർക്കം കൊണ്ടുപോയി ഓരോ ജോലിക്കും ടീം എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണാവോ അതിനെക്കുറിച്ച് ഇത്രയും വലിയ ചർച്ച നടത്തേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനിടയിൽ തനിക്ക് സ്പേസ് കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞ് ശ്രീരേഖ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വാക്കൗട്ട് നടത്തി കരച്ചിലും ഒക്കെ ആയി. അതങ്ങനെ കുറേ സമയം ശ്രീരേഖയുടെ ഒരു സ്പേസ് ശ്രീരേഖ കണ്ടെത്തി. സംസാരിക്കാൻ സ്പേസ് ജാസ്മിൻ നൽകിയില്ല എന്നതാണ് ശ്രീരേഖയെ ചൊടിപ്പിച്ചത് എന്ന് ശ്രീരേഖ പറയുന്നു. എന്തായാലും ശ്രീരേഖ ഇവിടെ കിട്ടാത്ത സ്പേസ് ഇങ്ങനെ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്ത് പവറാണോ ഒന്നിനെക്കുറിച്ചും ആർക്കും ഒരു വ്യക്തതയും ഇല്ലാത്തതുപോലെ വെറുതെ ക്യാമറയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചർച്ചകളും മണിക്കൂറുകൾ നീളുന്ന പ്രസംഗവുമൊക്കെ ആയി അങ്ങനെ പോവുകയായിരുന്നു. സ്പേസ് കിട്ടില്ല എന്ന പരാതി പിന്നെ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞൂടാ. ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞ് മറ്റുള്ള ഒരാൾ കയറി പറയുമ്പോൾ എനിക്ക് സ്പേസ് കിട്ടിയില്ല എന്ന് കരഞ്ഞുകൊണ്ടോടുക. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെ അട്രാക്ഷൻ എന്ന് പറയാം. ഒടുവിൽ യമുന റാണിയുടെ വക ഫയർ. പക്ഷേ എന്തുകൊണ്ടോ യമുന റാണിയുടെ വാക്കുകളെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പേഴ്സണലായി പല കാര്യങ്ങളോട് യോജിക്കാൻ പ്രയാസം തോന്നി. പക്ഷേ അവിടെ ആർക്കും അതിൽ അപാകതയൊന്നും തോന്നാത്തതിനാൽ യമുന റാണിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. രതീഷും ജാൻമണിയും തമ്മിലുള്ള പ്രശ്നം തന്നെ വീണ്ടും പുകഞ്ഞു വന്നു. അതിനെ ചൊല്ലി രതീഷും ജാസ്മിനും ഒന്നിച്ചു ചേർന്ന് സിജോയോടും റോക്കിയോടും കോർക്കാൻ പോയി. ജാസ്മിനും കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ഒരു ക്യാമറ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലും ഒക്കെ കയറി ഇടപെടുന്നത് പോലെ തോന്നി. ഈ
അടി ഉണ്ടാക്കുക മാത്രമാണ് ബിഗ് ബോസ് എന്ന് വിചാരിച്ച് ഈ ഇത്തവണ കയറിയ കണ്ടസ്റ്റൻസാണ് എല്ലാ പേരും എന്ന് തോന്നുന്നു. അങ്ങനെ വെറുതെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ഏറ്റുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കി കണ്ടൻറ് ഉണ്ടാക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ജോലി. ഇതെല്ലാം വെറും ആക്ടിങ്ങും ഫേക്കുമായിട്ട് തന്നെയാണ് തോന്നിയത്. മിക്കവാറും എല്ലാ പേരുടെയും പ്രകടനത്തിൽ ആക്ടിങ്ങും ഫേക്കും മുഴച്ച് തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സത്യസന്ധമായി ഇടപെട്ട് ഗെയിമിനെ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. മുടിയനും ജാസ്മിന് എടാ പോടി വിളിയിൽ അത് അവസാനിച്ചു. ഒടുവിൽ രതീഷിന് വേണ്ടി സംസാരിക്കാൻ വന്ന അപ്സരയോട് മുടിയൻ തട്ടിക്കയറുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം മുടിയൻ നല്ലൊരു ഫോമിലായിരുന്നു. ഇന്നലെ പതുങ്ങി ഒതുങ്ങി നിന്ന മുടിയൻ ഇന്ന് ഓണായി. പവർ റൂമിൻ്റെ പവർ ഉപയോഗിച്ച് ചായ ഇടാൻ ജിൻഡോയെ ഏൽപ്പിക്കുന്നു. കാരണം ഇന്നലെ ജിൻഡോ ചായ കൊള്ളില്ലെന്ന് പറഞ്ഞില്ലല്ലോ, അതിൻ്റെ പ്രതികാരമായിട്ടാണെന്ന് തോന്നുന്നു. യമുന റാണിയും ശ്രീരേഖയും കൂടി ജിൻഡോയെ ചായ ഇടാൻ ഏൽപ്പിക്കുന്നു. ജിൻഡോ അത് ഭംഗിയായി തന്നെ ചെയ്യുന്നുമുണ്ട്. ശ്രീരേഖ മെൻ്റലി ഡൗൺ ആയ കാരണം ഇനി കിച്ചണിലെ ഡ്യൂട്ടി ചെയ്യാൻ നാളെ കഴിയില്ലെന്നും അതുകൊണ്ട് രതീഷിനെ ജാൻമണിയുടെ അസിസ്റ്റൻ്റായി ചുമതല ഏൽപ്പിക്കണമെന്നും ശ്രീരേഖയുടെ ആവശ്യം. അതിനും അങ്ങനെ ഒരു തീരുമാനത്തിൽ അങ്ങനെ ഒരു പവർ ബിഗ് ബോസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് പോലും. അപ്പോൾ ശരിയായിരിക്കും, അങ്ങനെ ആ പവർ ഉപയോഗിച്ച് അവർ അങ്ങനെ ഒരു പ്ലേ കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എന്തോ മൊത്തത്തിൽ ഈ കണ്ടസ്റ്റൻസ് എല്ലാം വെറും ഫേക്കായിട്ട് ഉള്ള ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. എല്ലാവരും അഭിനയിക്കുകയാണ്, അല്ലാതെ അവിടെ ഗെയിം കളിച്ച് ഒറിജിനലായി നിൽക്കുന്നതായിട്ട് തോന്നിയില്ല. ജിൻഡോയുടെ അടുത്ത് ഓരോരുത്തരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ ഓരോരുത്തരുടെ അനുഭവകഥ പറയുന്നതാണ് എപ്പിസോഡിലും BB+ലുമായിട്ട് കാണിക്കുന്നത്. അതിൽ ജിൻഡോയുടെ അനുഭവകഥ പറയുന്നു. ചില തീപ്പൊരികളൊക്കെ ഇന്ന് ഈ എപ്പിസോഡിൽ ഉണ്ടായി എന്നുള്ളതല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് മറ്റൊന്നും തന്നെ ഉണ്ടായില്ല. അടി മാത്രമല്ല ബിഗ് ബോസ്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ ടാസ്കുകളൊന്നും ഇന്നും ബിഗ് ബോസ് നൽകിയില്ല? അങ്ങനെ പ്രത്യേകിച്ച് ടാസ്കുകളൊന്നും നൽകിയില്ല. ഇവർ ചുമ്മാ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കണ്ടൻറ് ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ടാസ്കുകളൊന്നും ബിഗ് ബോസ് നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നിനും ഒരു ഒറിജിനാലിറ്റി തോന്നിയില്ല. കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻറ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ എപ്പിസോഡും ഇന്നത്തെ ബിഗ് ബോസ് ദിവസം കാണാൻ സാധിച്ചത്. ഷോപ്പിങ്ങിനും പവർ ടീമിനായിരുന്നു അധികാരം. അവർ ഷോപ്പ് ചെയ്തു. കൂടാതെ മറ്റ് ടീമുകളിൽ നിന്ന് ഒരാളായി അപ്സരയെയും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി. അടുത്ത് രതീഷ് റോക്കിയും യുദ്ധം, അതും സിജോയ്ക്ക് നേരെയായി രതീഷ്. അങ്ങനെ രതീഷ് 2 ടീമുകളെ രതീഷ് തന്നെ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. രതീഷിൻ്റെ ടീമിൽ ജാസ്മിനും അവർ സിജോയെ മറ്റൊരു ടീമുമായിട്ടങ്ങ് തിരിക്കുന്നത് പോലെയുള്ള കാഴ്ചയാണ് കണ്ടത്. ജിൻഡോയുടെ കഥ പറഞ്ഞു. പിന്നെ നമ്മുടെ ജാൻമണിയുടെ ജാൻമണി ട്രാൻസ്ഫർമേഷനിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. രതീഷിൻ്റെ ഇതുവരെ എത്തിയ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്കും രതീഷ് ഇത്തിരി ഓവർ ആക്ടിങ് കാണിച്ചതുപോലെയൊക്കെ തോന്നി, കരച്ചിലും ഒക്കെ ആയി. അപ്പോൾ അത് മറ്റുള്ളവർ ഇത് അഭിനയമല്ല എന്ന് പറഞ്ഞ് രതീഷ് മറ്റുള്ളവരിലേക്ക് ഇത് അഭിനയമല്ല എന്ന് പറഞ്ഞ് അവരിലത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. രതീഷ് അത് പറയുക, പോവുക എന്നുള്ളതിൽ പറഞ്ഞ് രതീഷിൻ്റെ അനുഭവകഥ പറയുക, കരച്ചിൽ വന്നെങ്കിൽ കരയുക, ചിരി വന്നെങ്കിൽ ചിരിക്കുക. ഇത് അഭിനയമല്ല എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യം എന്തായിരുന്നു എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലും ഒരു ഓവർ ആക്ടിങ് ഫീൽ ചെയ്തു. രതീഷ് ചെയ്യുന്ന എല്ലാ ഗെയിമിലും ഒരു ഓവർ ആക്ടിങ് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തായാലും കാര്യമായി ടാസ്കുകളോ ഒന്നുമില്ലാതെ ഇന്നത്തെ എപ്പിസോഡും BB+ ഒക്കെ അങ്ങനെ അവസാനിച്ചു. പക്ഷേ നാളത്തെ പ്രൊമോയിലാണ് ട്വിസ്റ്റ്. നാളെ രതീഷും നമ്മുടെ സുരേഷ് മേനോനുമായി ഒരു വൻ യുദ്ധത്തിൻ്റെ ഭാഗം നടക്കുന്നുണ്ട്. അത് എന്താണ് കാര്യം എന്ന് പ്രൊമോയിൽ വ്യക്തമാകുന്നില്ല. നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ തമ്മിൽ എന്തോ ഒരു പ്രധാന കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, അല്ലെങ്കിൽ ഒരു ശക്തമായ എന്തോ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പ്രൊമോയിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ രതീഷ് ഈ പെട്ടിയൊക്കെ വാരിക്കെട്ടി പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ട്വിസ്റ്റാണോ, ഗെയിമാണോ, ടാസ്കാണോ, അതോ ഇവർ തമ്മിലുണ്ടായ തെറ്റലിൽ ബിഗ് ബോസ് പുറത്താക്കിയതാണോ, അതല്ല സ്വയം രതീഷ് പിൻവാങ്ങുന്നതാണോ, എന്താണ് എന്ന് അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും
ബാഗൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകണുണ്ട്. അപ്പോൾ പെട്ടി എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്തെങ്കിലും കൊടുത്തു കാണും. ഒന്നുകിൽ രതീഷ് ആവശ്യപ്പെട്ട് കാണും, എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല പോകണമെന്ന് പറഞ്ഞ് രതീഷ് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് കാണും. അതല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ പുറത്താക്കി കാണും. എന്തായാലും ഫിസിക്കൽ അസാൾട്ടിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രണ്ടുപേരും കൂടെ അടിക്കാനൊക്കെ ഓടി വരുന്നുണ്ട്. ഇടയ്ക്ക് ചെന്ന് നമ്മുടെ ജാൻമണി കൈവിരിച്ച് നിൽക്കുന്നത് കാരണം അവർക്ക് കൈവയ്ക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രൊമോയിൽ കാണുന്നത്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് നടന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നാളത്തെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടായേക്കാം. ഒരു പക്ഷേ രതീഷ് പുറത്തായി കാണില്ലായിരിക്കാം. അതോ ഇനി എന്താണ് എന്ന് അറിയില്ല. എന്തായാലും എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലായി. അതും ഇതുവരെ മിണ്ടാതിരുന്ന സുരേഷ് മേനോനും രതീഷുമായിട്ടാണ്. രതീഷിൻ്റെ സ്വഭാവം അതാണല്ലോ, ഓരോരുത്തരെയും ചെന്ന് ചൊറിയുക, പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സുരേഷ് മേനോനോട് ചൊറിയാൻ പോയോ, അതോ സുരേഷ് മേനോൻ രതീഷിനെ അറ്റാക്ക് ചെയ്തതാണോ, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല പ്രൊമോയിലൂടെ. എന്തായാലും നാളത്തെ ലൈവിനായി എപ്പിസോഡിനായി വെയിറ്റിംഗ് ആണ്. നാളെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചർച്ച ചെയ്യാം. ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. നാളത്തെ ഈ വൻ എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ വൻ ലൈവിൻ്റെ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.